ജി സുധാകരൻ ഡീൽ എന്ന് പറയുന്നൊരു പുതിയ ടേം രൂപപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പലതരത്തിലുള്ള കോലീബി സഖ്യം കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് സംഘപരിവാർ സഹകരണത്തിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ അനുഭവങ്ങളുണ്ട്. പക്ഷേ മൈക്കിന് മുമ്പിൽ വന്ന് സ്ഥാനാർത്ഥി പറയുകയാണ്, ഇതുപോലെ തന്നെ യു ഡി എഫിൻ്റെ കൺവെൻഷനിൽ, ഇത് കായംകുളത്താണെങ്കിൽ ഇന്നലെ അമ്പലപ്പുഴയിൽ വന്നിട്ട് മൈക്കിന് മുമ്പിൽ നിന്ന് സ്ഥാനാർത്ഥി പറയുകയാണ്, ബി ജെ പിക്കാർ 5000 വോട്ട് തരും എന്ന് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ മുഖത്ത് നോക്കി പറയുകയാണ് ജി സുധാകരൻ എന്ന യു ഡി എഫ് പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി. അവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർ കൈയടിക്കുകയാണ്, കോൺഗ്രസ് പ്രവർത്തകർ. ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചത് കോൺഗ്രസ് ഇതേക്കുറിച്ച് വിശദീകരിക്കണം, ജി സുധാകരൻ പറഞ്ഞ ആ ഡീലിനെക്കുറിച്ച് ശരിയല്ലേ, കോൺഗ്രസ് പറയണ്ടേ? മൗനം കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ, ഒരു തെരഞ്ഞെടുപ്പിലെ അന്തർധാരയെ നിങ്ങൾ മൗനം പാലിച്ചാൽ അതോടെ അതങ്ങ് തീർന്നുകൊള്ളും എന്ന് വിചാരിക്കാൻ കഴിയില്ല. ജനങ്ങൾ ചോദിക്കും, ജനങ്ങളോട് വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം വളരെ ഗൗരവമുള്ളതും പ്രസക്തവുമല്ലേ? ജി സുധാകരൻ പറഞ്ഞതിനെ പറ്റി അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആ വിവരണം? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ആരുടെ വോട്ടുകളും സ്വീകരിക്കുമെന്നുള്ള രീതിയിലേക്ക് വളരെ സ്പെസിഫിക് ആണ്. 5000 ബി ജെ പി വോട്ട് കുറയില്ല. നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും അത് മാഞ്ഞു പോവില്ല. നിങ്ങൾ തലയിൽ വെച്ചുകൊടുത്ത ത്രിവർണ്ണ തൊപ്പിയുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള ത്രിവർണ്ണ തൊപ്പിയുണ്ടല്ലോ, അത് വെച്ചാണ് ജി സുധാകരൻ പറഞ്ഞത് എനിക്ക് 5000 വോട്ട് കിട്ടുമെന്ന്. കോൺഗ്രസിന് സ്വീകാര്യമാണല്ലേ? അങ്ങനെ അടിവരയിട്ട് പറഞ്ഞോട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ കൺവെൻഷൻ വെച്ച് നിഷേധിക്കണ്ടേ യു ഡി എഫിന്റെ നേതൃത്വം ബി ജെ പി ആയിട്ട് സഖ്യം ചെയ്ത് വോട്ട് വേണ്ട എന്ന് അവിടെ പറഞ്ഞിരുന്നെങ്കിലോ? ജി സുധാകരൻ കാട്ടിയത് യു ഡി എഫിനെ വെട്ടിലാക്കുകയായിരുന്നോ ജി സുധാകരൻ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി കോൺഗ്രസിനോടാണോ? ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, രണ്ടു കൂട്ടരുടെയും പിന്തുണയും വോട്ടും അദ്ദേഹം വാങ്ങും എന്ന് വന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി, അതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വോട്ടർമാർക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എവിടെ, ആർക്കൊപ്പം എന്നൊരു പ്രശ്നം അതിനകത്തില്ലേ? ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ മാസത്തിൽ 2 തവണ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുന്നയാൾ ഇപ്പോൾ ശ്രീ പി കെ ഗോപൻ പറഞ്ഞ പോലെ ഒരു എക്സ് കമ്മ്യൂണിസ്റ്റായി മാറുന്നു, കൃത്യമായ വലതുപക്ഷവാദിയായി മാറുന്നു. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഇപ്പോഴത്തെ പുതിയ സുധാകരനോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവിടെയാണല്ലോ പ്രശ്നം. ഇദ്ദേഹം ആർക്കൊപ്പം, ഏത് രാഷ്ട്രീയത്തിനോടൊപ്പമാണ്? യു ഡി എഫിനൊപ്പമാണ്. യു ഡി എഫിൻ്റെയും പിന്തുണ വാങ്ങുന്നു, ബി ജെ പിയുടെയും പിന്തുണ വാങ്ങുന്നു. ബി ജെ പിയുടെ 5000 വോട്ട് കിട്ടുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ഉറപ്പുമില്ല. അതും വാങ്ങിച്ച്, യു ഡി എഫിൻ്റെ പിന്തുണയും വാങ്ങിച്ച് മത്സരിക്കുന്ന, ഒരു പരസ്യമായി വെളിപ്പെടുത്തുന്ന വളരെ അപൂർവമായൊരു അനുഭവതലം ജി സുധാകരൻ സമ്മാനിച്ചില്ലേ? ശരിക്കും അതൊരു വിസ്മയം തന്നെയാണ്. അദ്ദേഹത്തിന് ബി ജെ പിക്കാരുടെ വോട്ട് അങ്ങനെ കിട്ടുമെങ്കിൽ അദ്ദേഹം സർവ്വഥാ തോൽക്കാൻ അർഹനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്.